വന്നു മക്കളെ വന്നു. നമുക്ക് ഡെയർ ഡെവൽ ബോൺ അഗെയിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കുറച്ചു മുമ്പ് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തേക്ക് തന്നെ നമ്മൾ നോക്കിയ മാർവൽ ടെലിവിഷനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസും കൂടി തന്നെയാണ് ബോൺ അഗെയിൻ തന്നെ. ഷീഹൽക്കിനകത്ത് അവർ ഡെയർ ഡെവലിനെ കൊണ്ടുവന്നിട്ട് ദുരന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ നേരെ നെറ്റ്ഫ്ലിക്സിൻ്റെ അഡാപ്റ്റേഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് കിൻപിനൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ നെറ്റ്ഫ്ലിക്സ് കണ്ടിട്ടുണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ചാർലി കോക്സ് ഒരു വൺ ഓഫ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആക്ടർ കൂടി തന്നെയാണ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കാണാൻ സാധിക്കുമെന്ന്. സോ ഹിയർ വി ഗോ. പഴയ ആലി ഫൈറ്റിൻ്റെ ഒരു ഇത് ചാർലി കോക്സ്, Kingpin. I will admit, Ah. it's not entirely unpleasant seeing you again. മറ്റേ എൻഡിങ് ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ് അവർ സംസാരിക്കണത്. ആ നമ്മുടെ ഒറിജിനൽ കാസ്റ്റ്. I can say the same about you. ആഹാ. A mayor serves his city. I can see you're not entirely convinced. ഒരു കാര്യം ഞാൻ പറയാം, നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സീരീസ് കാണണം. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. I can't say. അവരെന്തായാലും റീക്യാപ്പ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. Why did you stop being a vigilante? The line's crossed. ആ പഴയ കോസ്റ്റ്യൂം With a violent nature. Hating the power പണിഷർ നോ അല്ലല്ല, is over us. ഇത് അഡൾട്ട് സീരീസ് ആയിരിക്കും, അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ഒത്തിരി ബ്ലഡ് ആൻഡ് കോർ നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയായിരിക്കും. സാധാരണ ടിപ്പിക്കൽ മാർവൽ സീരീസ് പോലെ ആയിരിക്കില്ല. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഇങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ. എലക്ട്ര അല്ലല്ല, എലക്ട്ര അല്ലായിരുന്നു. പണിഷർ I'm ready to hatch it down. ജോൺ ബ്രത്താൽ പുള്ളിക്കാരൻ പൊളിയായിരുന്നു കേട്ടോ. In grace. ഓക്കെ, But I was also raised കുറേയധികം ബ്ലഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. to believe in retribution. ഒത്തിരി വെറൈറ്റി ഓഫ് മാസ്ക്. റേറ്റിംഗ് കാങ്കോ പോലെ ആകാതിരുന്നാൽ മതി, ഒരു കാറി പൊളിക്കാതെ. മാർച്ച് 4 വേറെ എന്തെങ്കിലും പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടോ? ഒന്നുമില്ല. സോ ഫൈനലി നമുക്ക് ഡെയർ ഡെവൽ ബോൺ അഗെയിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിരിക്കുക തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി ഈ ഒരു സീരീസിന് വേണ്ടി എക്സൈറ്റഡ് തന്നെയാണോ? പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി നമുക്കറിയാം, ഡിസ്നി പ്ലസിൽ നമ്മൾ ഇതേപോലത്തെ സീരീസൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിനാണ് ആ ഒരു R റേറ്റിംഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് തന്നെ, TV മെച്യൂർഡ് റേറ്റിംഗ് തന്നെ. ആൻഡ് ഈ ഒരു സീരീസിലേക്ക് നമ്മൾ നോക്കിയിരുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം കുറേയധികം രീതിയിലുള്ള വയലൻസ്, ബ്ലഡ് ആൻഡ് കോറെല്ലാം നമുക്ക് എന്താണെങ്കിലും ട്രെയിലറിനകത്ത് തന്നെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ നെറ്റ്ഫ്ലിക്സ് എന്തായിരുന്നു ഡെയർ ഡെവലിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ആ ഒരു ആ ഒരു ക്യാരക്ടറിന് നല്ല രീതിയിൽ തന്നെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഡിസ്നി പ്ലസിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷീഹൽക്ക് പോലെ ദുരന്തമാക്കില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു സീരീസിനകത്ത് ഡെയർ ഡെവൽ വന്നിട്ട് ചുമ്മാ എന്താ പറയണ്ടേ, ആ ഒരു ക്യാരക്ടറിനെ തന്നെ അവർ തുടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് പുള്ളിക്കാരൻ്റെ മാത്രമായിട്ടുള്ളൊരു സീരീസ് തന്നെയാണല്ലോ. അപ്പോൾ സോ നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. മാർച്ച് 4 സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. നിങ്ങൾ ഇതിനകത്ത് ഏത് ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാണാനാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.